കൊച്ചി വൈപ്പിൻ കപ്പൽ യാർഡിൽ തീപിടുത്തം. സർവീസിനായി യാർഡിൽ കയറ്റിയിരുന്ന വിശാലാക്ഷി എന്ന ചരക്ക് കപ്പലിൽ ആണ് തീപിടുത്തമുണ്ടായത്. യാർഡിൽ ഉറങ്ങിക്കിടന്നിരുന്ന തൊഴിലാളികളാണ് ആദ്യം തീപിടുത്തം കണ്ടത്. 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ആളപായമില്ല. സർവീസിനായി യാർഡിൽ കയറ്റിയിരുന്ന വിശാലാക്ഷി എന്ന ചരക്ക് വെസലിനാണ് തീ പിടിച്ചത്. പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു സംഭവം. യാർഡിൽ ഉറങ്ങിക്കിടന്ന തൊഴിലാളികളാണ് ആദ്യം തീപിടുത്തം കണ്ടത്. ഉടനെ തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു. 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ഇപ്പോൾ തീ എന്തായാലും പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. സർവീസിന്റെ ഭാഗമായി പെയിന്റിംഗ് ജോലികൾ നടത്തിക്കൊണ്ടിരുന്ന വെസലാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. സമീപത്ത് മറ്റൊരു കപ്പലുണ്ടായിരുന്നുവെങ്കിലും അതിലേക്ക് തീ പടർന്നിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും കൃത്യസമയത്ത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചതുകൊണ്ട് തന്നെയാണ് വലിയ അപകടവും ഉണ്ടായത്. എന്തായാലും നാട്ടുകാരും ഒക്കെ ആദ്യഘട്ടത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും ഇത്തരത്തിൽ തീ അണയ്ക്കുന്ന ഉപകരണം ഉൾപ്പെടെ എത്തിയാണ് ഈ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇതിന്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ തീ പിടിക്കാൻ കാരണമെന്ന് വ്യക്തമായിട്ടില്ല. ഈ പെയിന്റിംഗ് ജോലികൾക്ക് വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളായി ഈ കപ്പൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇതെന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായതെന്നുള്ളൊരു അന്വേഷണമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. മറ്റ് അപകടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് തീ അണയ്ക്കാനുള്ള അവസാന ഘട്ട ശ്രമത്തിലേക്കാണ്. രാവിലെ പുലർച്ചെ ഈ തീ ഉയരുന്നത് കണ്ടുകൊണ്ട് തന്നെ ഈ തൊഴിലാളികൾ അറിയിക്കുകയും ഫയർഫോഴ്സിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏകദേശം അതിന്റെ അവസാന ഘട്ടത്തിലായിരിക്കുകയാണ്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.